ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെ ഒരു ദിവസം ഒരു എക്സാമിന് വേണ്ടിയിട്ട് അച്ഛനെ കാണാൻ ഇവിടെ വന്നപ്പോൾ എക്സാമിൻ്റെ ടോക്കണാണ് എടുത്തത്. അച്ഛൻ അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനിടയിൽ അച്ഛൻ എന്നോട് ചോദിച്ചു, എന്നോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കാലിൻ്റെ ലിഗ്മെൻറ്റ് പൊട്ടിയിട്ട് എന്നോട് ഡോക്ടർ സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്കറിയില്ല ഞാൻ വീഴാൻ പോണത്, പക്ഷേ പെട്ടെന്ന് അങ്ങ് വീഴുമായിരുന്നു. ചിരട്ട അങ്ങനെ തള്ളിപ്പോയിട്ട് ഞാൻ വീഴുമായിരുന്നു. അപ്പോൾ അന്ന് അച്ഛനോട് വേറെ എന്തെങ്കിലും പറയാണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വന്ന് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്ന സമയത്താണ് അച്ഛനോട് ചോദിച്ചത്. അപ്പോൾ എനിക്ക് മുട്ടുകുത്താനൊന്നും പറ്റില്ല, ഞാൻ കുർബാനയ്ക്കൊക്കെ നിൽക്കുക ചെയ്യുക ഇരിക്കുന്ന സമയത്ത്, മുട്ടുകുത്തുന്ന സമയത്തൊക്കെ. അപ്പോൾ അച്ഛനോട് ചോദിച്ചു വേറെ എന്തെങ്കിലും പറയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്ന് ഈ കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനോട് എൻ്റെ ലിഗ്മെൻറ്റ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, എനിക്ക് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു സൈറ്റ് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ബാത്റൂമിൽ പോയിട്ട് കാലിൽ പറ്റാൻ പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ അതിന് ശേഷം ഞാൻ ചിരട്ട പോയിട്ട് അങ്ങനെ വീണിട്ടില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഴുമായിരുന്നു. എപ്പോഴാണ് വീഴാമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വീണ് കഴിഞ്ഞിട്ട് എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ വീണുവെന്ന്. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. മാതാവിൻ്റെ പരിപാലനം കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ഇപ്പോഴും നടക്കാൻ പറ്റുന്നത്. സർജറി പറഞ്ഞിട്ട് ഞാൻ ഇത്ര വർഷമായിട്ട് ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ എല്ലാവരോടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളാണ്. പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റി, കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റി. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഈ ആൾക്കാർക്ക് കയറുന്ന സാക്ഷ്യം പറയാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഒരു കുഴപ്പം കൂടാതെ അമ്മ തന്നെ അതിനുവേണ്ടി അർഹത തന്നു, യോഗ്യത തന്നു. അമ്മയ്ക്ക് 1000 നന്ദി.